ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ സംതിങ് ഇൻ ദ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ തന്നെ നമ്മൾ പല രീതിയിലുള്ള സർവൈവൽ ത്രില്ലർ മൂവീസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയും. ഒരു 5 സുഹൃത്തുക്കൾ ചേർന്നിട്ട് അവരുടെ ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു ദ്വീപിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബോട്ട് എടുത്ത് കടലിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ബോട്ട് നശിച്ച് ഇവർ 5 പേരും വെള്ളത്തിൽ വീഴാണ്. ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ഒരു ഒറ്റ ലൈഫ് ജാക്കറ്റ് മാത്രമേ ഉള്ളൂ. അതുമല്ലാതെ ഇവരെ കൊല്ലാൻ വേണ്ടി ഒരു സ്രാവും. ഇതിനുശേഷം ആ ഒരു സ്രാവിൽ നിന്നും ഇവർ എങ്ങനെ രക്ഷപ്പെട്ടു, പിന്നീട് ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ മെഗ്, അതേപോലെ തന്നെ സെക്കൻഡ് ഹീറോയിൻ ആയിട്ടുള്ള കെയ്ല, ഇവർ രണ്ടുപേരും ഇപ്പോൾ കൈ പിടിച്ച് സംസാരിച്ചുകൊണ്ട് പോവാണ്. അതുമല്ല, രണ്ടുപേരും ഒരുപാട് വർഷമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ലെസ്ബിയൻസ് ആണ്. അതുമല്ലാതെ രണ്ടുപേരും സംസാരിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫ്രണ്ട് ഏതൊരു പയ്യനെ ഇഷ്ടപ്പെട്ടിരുന്നു. അവനാണെങ്കിൽ അവളെ ബ്രേക്കപ്പ് ചെയ്ത് മറ്റൊരു പെൺകുട്ടിയെ തേടിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പയ്യന്മാരെയൊന്നും ഇഷ്ടമല്ലാത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് വരികയാണ്. അങ്ങനെ ഇവർ നടന്നു പോകുന്ന സമയത്താണ് ഇവരുടെ ഓപ്പോസിറ്റായിട്ട് വേറെ കുറച്ച് പെണ്ണുങ്ങൾ അങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ അവർക്കാണെങ്കിലോ ഈ ലെസ്ബിയൻസ് ആയിട്ടുള്ള കപ്പിളുണ്ടല്ലോ, അവരെ ഒരിക്കലും ഇഷ്ടമല്ല. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇതൊക്കെ നോക്കിയേ, എങ്ങനെയാ ഇവരെല്ലാം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ മോശമായിട്ട് പറഞ്ഞ് അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ കെയിലേക്ക് അതിഷ്ടപ്പെടാതെ അവൾ തിരിഞ്ഞു നിന്ന് ഇവരെ വഴക്ക് പറയുന്ന രീതിയിൽ കൈയെല്ലാം ഇങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ മുകളിലേക്ക് കയറി പോകുന്നതും അതിലൊരു ലേഡിക്ക് കെയില കാണിച്ചത് ഇഷ്ടപ്പെടാതെ നേരെ ഇവരുടെ അടുത്തേക്ക് ഒന്ന് രണ്ടുപേരെയും പിടിച്ചിട്ട് അടിക്കുകയാണ്. അതുമല്ല, ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ ഹീറോയിൻ മെഗ് ഉണ്ടല്ലോ, അവളെയാണെങ്കിലും ഇവരെല്ലാവരും കൂട്ടം ചേർന്നിട്ട് നല്ലതുപോലെ അടിക്കുന്നതും. അപ്പോൾ കെയിലയാണെങ്കിലും അവളെ സഹായിക്കാനായിട്ട് ഓടി വരുന്നുണ്ട്. പക്ഷെ അവർ തടഞ്ഞു നിർത്തിയിട്ട് മെഗിനെ നല്ലതുപോലെ അടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ ഒരു വർഷത്തിന് ശേഷം കാണിക്കുമ്പോൾ മെഗ് ഒരു എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതേസമയം തന്നെ അവിടേക്ക് കെയിലയും വരുന്നുണ്ട്. കെയില വന്ന് മെഗിനെ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ മെഗിനാണെങ്കിലും നല്ല ദേഷ്യം കെയിലയെ കാണുന്നതും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഭവത്തിന് ശേഷം ഒരു വർഷമായിട്ട് ഇവർ രണ്ടുപേരും മിണ്ടിയിട്ടില്ല. അതുമല്ല, ആ ഒരു ദിവസം മെഗിന് അങ്ങനൊരു കാര്യം സംഭവിക്കാൻ പ്രധാന കാരണക്കാരി ആരാണ്? കെയിലയാണ്. അവളാണെങ്കിൽ സഹായിക്കാൻ പോലും വേറെ ഒന്നും ചെയ്തതുമില്ല. ആ ഒരു ദേഷ്യം ഇപ്പോഴും നമ്മുടെ മെഗിന് കെയിലയോടുണ്ട്. അതുമല്ല, ഇപ്പോൾ നമ്മുടെ മെഗ് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ കാരണം ഇവരുടെ ഒരു സുഹൃത്തിൻ്റെ കല്യാണമാണ്. അത് ഇവിടെയുള്ളൊരു ദ്വീപിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മെഗ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ കെയിലയാണ് തന്നെ വിളിക്കാൻ വരുന്നതെന്ന് അവൾ അറിയുന്നതും അവൾക്ക് നല്ല ദേഷ്യം. അപ്പോൾ കെയിലയാണെങ്കിൽ നോക്കുന്നുണ്ട്, അല്ല, ഒരു വർഷമായിട്ടും ഇവൾക്ക് ആ ഒരു പിണക്കം തീർന്നില്ലേ എന്നും പറഞ്ഞിട്ട് അവളെയും കൂട്ടി രണ്ടുപേരും കാറിൽ അങ്ങനെ പോവാണ്. രണ്ടുപേരും പരസ്പരം മിണ്ടുന്നത് പോലുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരു വലിയ റിസോർട്ടിലേക്ക് വരുന്നു. അവിടെ വരുമ്പോൾ ഈ കണ്ണാടി ഇട്ടുകൊണ്ട് വരുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ കല്യാണമാണ് ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത്. അവളുടെ പേര് ക്യാം എന്നാണ്. അതുമല്ല, ഇവരുടെ കൂടെയുള്ള ലിസി എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ സഹോദരനാണ് അവൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഇവർ നാലുപേരും വന്നുകൊണ്ട് തന്നെ എത്ര നാളായി കണ്ടെന്നെല്ലാം പറഞ്ഞ് എല്ലാവരും നല്ലതുപോലെ സംസാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവർക്ക് 5ാമതായിട്ട് ഒരു സുഹൃത്തും കൂടിയുണ്ട്. അവളുടെ പേര് റൂത്ത് എന്നാണ്. അപ്പോൾ അവളെവിടെയെന്നും പറഞ്ഞ് ഒരു ചെറിയ വണ്ടി എടുത്ത് ഇവർ നാലുപേരും ഇങ്ങനെ പോകുമ്പോൾ റൂത്ത് ഈ കടൽ കരയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല, 5 പേരും ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ ചെറിയൊരു പാർട്ടി നടത്തുന്നു. ഇപ്പോൾ ഈ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണും അവളുടെ ഫാമിലി, ആ പയ്യൻ്റെ ഫാമിലി, ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് ചെറിയൊരു പാർട്ടി. അത് കഴിഞ്ഞ് രാത്രിയിൽ ഒരു ക്ലബിൽ ഒരു ഡാൻസ് പാർട്ടി. ഇങ്ങനെ മൊത്തത്തിൽ ഇവർ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ മെഗ് ഉറങ്ങി കിടക്കുന്ന സമയത്താണ് ക്യാം അവിടേക്ക് പെട്ടെന്ന് വന്നിട്ട്, ഇത്രയും നേരം എന്തിനാ ഉറങ്ങുന്നത്? ബാ, ഒരു കാര്യമുണ്ട്, നമുക്കൊരു സ്ഥലം വരെ പോവാന്ന് പറയുമ്പോൾ, അല്ല, എവിടേക്കാ പോകുന്നത്? വേറെ ഒന്നുമില്ല, നാളെ എൻ്റെ കല്യാണമാണ്. ഇതാണ് നമ്മുടെ അവസാനത്തെ ബാച്ചിലർ ലൈഫ്. അതുകൊണ്ട് എന്തായാലും അതൊന്ന് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ട്രിപ്പ് പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മൾ അവിടേക്ക് പോവാണ് എന്നും പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടി ഈ ബോട്ട് കിടക്കുന്നിടത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അതുമല്ല, ഇവരുടെ അവസാനത്തെ ബാച്ചിലർ ലൈഫാണല്ലോ, അതുകൊണ്ട് നല്ലതുപോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു ബോട്ട് ഒരു വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് ഒരു പഴയ ബോട്ട്. ആ ഒരു ബോട്ടിലേക്ക് എല്ലാവരും കയറി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. അതുമല്ല, എല്ലാവരുടെയും ഫോണ് ഒരു ചെറിയ ബാഗിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് ഇവരെല്ലാം വരുന്നത് അടുത്തുള്ളൊരു ചെറിയ ഐലൻഡിലേക്കാണ്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ്. അവിടേക്ക് ബോട്ട് കൊണ്ട് നിർത്തി ആദ്യം കെയില ഉണ്ടല്ലോ, അവൾ ചാടി ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് മെഗ്, നമ്മുടെ ഹീറോയിൻ, അവൾ ചാടി ഇറങ്ങുന്നത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും ആ ഒരു ഐലൻഡിലേക്ക് നടന്നു പോകുമ്പോൾ ബോട്ട് പതിയെ പുറകിലേക്ക് എടുക്കുകയാണ്. എന്നിട്ടാണ് ഇവരോട് പറയുന്നത്, അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, നിങ്ങൾ രണ്ടുപേരും ഒരു വർഷമായിട്ട് ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് ഞങ്ങളിതേ
അപ്പുറം വരെ ഒന്ന് പോയിട്ട് വരാം. അതുവരെ ഇവിടെ നിന്ന് സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള എല്ലാ വഴക്കും തീർക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടേക്ക് വരാം എന്നും പറഞ്ഞിട്ട് അവർ ആ ഒരു ബോട്ട് എടുത്തുകൊണ്ട് പോവാണ്. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് വർഷമായല്ലോ മിണ്ടിയിട്ട്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും നമ്മുടെ മെഗ് ആണെങ്കിലും ഒന്നും അങ്ങനെ മിണ്ടുന്നില്ല കേലയോട്. അപ്പോൾ കേല പറയും, ഓക്കെ ശരി, നീ എന്നോട് മിണ്ടുന്നില്ലെങ്കിൽ മിണ്ടണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മണൽ കൊണ്ട് കൊട്ടാരം നിർമ്മിക്കുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതേസമയം ഇവർ മൂന്നുപേരാണെങ്കിലും ഈ ഒരു ദ്വീപിന്റെ മറുവശത്തേക്ക് വന്നിട്ട് അവരിങ്ങനെ പറയാണ്, അവരെന്തെങ്കിലും സംസാരിക്കോ, പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർക്കോ എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്യാം ഉണ്ടല്ലോ, അവള് പറയും, ശരി ഞാൻ കടലിനടിയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടി പതിയെ അടിയിലേക്ക് ഇങ്ങനെ നീന്തിപ്പോവാണ്. എന്നിട്ട് അവിടെയെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു പാവയെല്ലാം കിടക്കുന്നതായിട്ട് അവളിങ്ങനെ കാണും. അങ്ങനെ അതിനടുത്തേക്ക് വന്ന് അതെന്താണെന്ന് നോക്കുന്ന സമയത്ത് എന്തോ ഒരു വലിയ നിഴല് അവളുടെ പുറകെ ഇങ്ങനെ കാണുന്നതും ഇവള് പെട്ടെന്ന് പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു മീനായിരുന്നു, മറ്റേ തെരണ്ടി എന്ന് പറയുമല്ലോ, ആ ഒരു മീൻ. അത് കണ്ട് കുറച്ചുകൂടി പേടിച്ചിട്ട് ക്യാം പെട്ടെന്ന് മുകളിലേക്ക് വരും. അതേസമയം ഇവിടെ ആണെങ്കിലും മെഗ് കേലയോട് ഇപ്പോഴും മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡിലൂടെ തന്നെ അവരിയ്ക്കുന്ന ആ ഒരു വശത്തേക്ക് പോവാം എന്നും പറഞ്ഞ് രണ്ടുപേരും വെള്ളത്തിലൂടെ നീന്തി ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും കേല പറയുന്നുണ്ട്, സോറി, അതെല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്, ഞാൻ അന്ന് ഒരു കുഴപ്പമുണ്ടാകാതിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കുക, സോറി എന്നല്ല ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിന് ഇപ്പോൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും അവൾ മിണ്ടാതിരിക്കുകയാണ്. നമ്മുടെ മെഗിനായാലും സംസാരിക്കാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഇവരുടെ പുറകിലൂടെ ഏതോ ഒരു ഷാർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇവരാണെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു ഷാർക്കാണെങ്കിലും ഇവരെ ഒന്നും ചെയ്യാതെ അങ്ങനെ പോകുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച് പോയിട്ട് ഇപ്പോഴും അവർ അത്രയും ക്ലോസ് ആയിട്ടില്ല, വെറുതെ ഇങ്ങനെ സമയം പോകാൻ വേണ്ടി സംസാരിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് കരയിലേക്ക് കയറിയിട്ടാണ് ഇവർ രണ്ടുപേരും പറയുന്നത്, ഓക്കെ ശരി, എന്തായാലും ഇവരെ ഒന്ന് പ്രാങ്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈയും പിടിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവർ നോക്കിയിട്ട്, ഹേയ് ഇതെന്തായാലും നല്ല കാര്യമായല്ലോ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നതും ഇവർ രണ്ടുപേരും നേരെ അടുത്തേക്ക് വന്നിട്ടാണ് അവരോട് പറയുന്നത്, എന്തായാലും ഇവിടെ ഒരു കല്യാണം നടക്കില്ലേ, അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കല്യാണം കൂടി ഒരുമിച്ച് അങ്ങ് നടത്തിയാലോ എന്നെല്ലാം പറയുന്ന സമയത്താണ് ലിസി പറയുന്നത്, ഹേയ് ഇത് നല്ല കാര്യമാണല്ലോ, ഇത് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിച്ചത് എന്നെല്ലാം പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റൂത്ത് എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അവള് ആ ഒരു കടലിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ഡാൻസ് എല്ലാം കളിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. പെട്ടെന്ന് അവളുടെ കാലിൽ എന്തോ കടിക്കുന്നത് പോലെ, അവൾക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയുന്നില്ല. അപ്പൊ എല്ലാവരും ഷോക്കായിട്ട് ഏയ് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ അവളുടെ ചുറ്റിനും രക്തം കൊണ്ട് ഇങ്ങനെ നിറയാണ്. അങ്ങനെ ഇതും കൂടി ആവുന്നതും എല്ലാവരും ഓടി ചെന്നിട്ട് അവളെ കരയിലേക്ക് എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പോൾ അവളുടെ കാലിന്റെ കുറച്ച് ഭാഗം കാണാൻ പോലും ഇല്ല. അപ്പോഴേക്കും ലിസി പെട്ടെന്ന് ക്യാമിനോട് ചോദിക്കും, ഹേയ് ക്യാം, നീ എങ്ങനെയുള്ള സ്ഥലത്തെ ഇവിടെ കൊണ്ടുവന്നേ, ഇത് ഷാർക്കുള്ള സ്ഥലമാണോ എന്നെല്ലാം ചോദിച്ചിട്ട്, ഇത് ഷാർക്കുള്ള സ്ഥലമാണോ, നാളെ എൻ്റെ കല്യാണമാണ് എന്നെല്ലാം പറഞ്ഞ് അവൾ അങ്ങനെ ബഹളം വെച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ക്യാം പറയും, നീ കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കാൻ കഴിയുമോ, രക്തം ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതെങ്ങനെയെങ്കിലും നിർത്തണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് തുണി കൊണ്ടുവരാൻ പറഞ്ഞ് തുണി വെച്ചിങ്ങനെ കെട്ടുന്നു. എന്നിരുന്നാലും രക്തം ഒരുപാട് പോകുന്നുണ്ട്. ശരി, ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ് കെയില ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ സിഗ്നലിൽ കിട്ടുന്നില്ല. അപ്പോൾ പറയും, എന്തായാലും നമുക്ക് ഇവളെ കരയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവളെ ബോർഡിലേക്ക് വെച്ച് കിടത്തിയിട്ട് എല്ലാവരും അവിടെ നിന്ന് പോവാണ്. പോകുന്ന വഴിക്കും സിഗ്നലിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നല്ലതുപോലെ നോക്കുന്നുണ്ട്. അതുപോലെ ഇവർ നല്ല വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ലിസി ഉണ്ടല്ലോ, അവൾ നല്ല സ്പീഡിന് ഓടിച്ചിട്ട്, നിനക്ക് കാര്യം അറിയത്തില്ലേ, നാളെ എൻ്റെ കല്യാണമാണ്, അതറിഞ്ഞിട്ട് നീ എന്തിനാ ഇതേപോലുള്ള സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടൊക്കെയാണ് അവർ പോകുന്നത്. അതേസമയം മെഗ് പെട്ടെന്ന് ബോട്ട് ഓടിക്കുന്നത് ലിസിയാണ്. അവളെ നോക്കിയിട്ട് പറയും, ലിസി നീ ഇത്ര വേഗതയിൽ പോകരുത്, കാരണം ഇവിടെ പലയിടങ്ങളിലും പാറയെല്ലാം ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലിസി ആണെങ്കിൽ ഈ ഒരു കാര്യമൊന്നും കേൾക്കുന്നില്ല. അതേസമയം തന്നെ പെട്ടെന്ന് ആ ഒരു ബോട്ട് ഒരു പാറയിലേക്ക് കൊണ്ടിടിക്കുന്നതും അടിഭാഗത്തിൽ നല്ല രീതിയിലൊരു ഹോള് വീണു. അതുവഴി ഇപ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഓടി വന്നിട്ട് അത് അടയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അപ്പോൾ ക്യാം ആണെങ്കിലും വളരെ വിഷമിച്ചിരിക്കുകയാണ്, കാരണം അവളാണല്ലോ എല്ലാവരും ഇവിടേക്ക് കൊണ്ടുവന്നത്, അവൾ കാരണമാണ് ഇതെല്ലാം ഇപ്പോൾ സംഭവിച്ചത്. അപ്പോഴേക്കും നമ്മുടെ കെയില പെട്ടെന്ന്, ഓക്കെ എത്ര ലൈഫ് ജാക്കറ്റ് ഉണ്ടായും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ട് പരിശോധിക്കുമ്പോൾ അതിൽ ഒരേ ഒരു ലൈഫ് ജാക്കറ്റ് മാത്രമേ ഉള്ളൂ. അതും കൂടി ആവുന്നത് ഇവർക്ക് കുറച്ചുകൂടി പേടി കൂടത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എല്ലാവരും ബോട്ടിലിരിക്കാനും ബോട്ടിൽ പതിയെ പതിയെ വെള്ളം കയറി അത് മുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം ലിസി അവളുടെ ആണല്ലോ കല്യാണം നടക്കാൻ പോകുന്നത്. അവളാണെങ്കിൽ ആ ഒരു ബോട്ടിൽ കണ്ണടച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിക്കും, ഹേയ് നീ എന്തായി ചെയ്യുന്നേ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ എന്നെല്ലാം പറയുമ്പോൾ അവളാണെങ്കിൽ പേടിച്ചിട്ട് പാട്ട് പാടാൻ തുടങ്ങും. കുറെ കഴിഞ്ഞിട്ടാണ് അവൾ പറയുന്നത്, സത്യം പറയാലോ എനിക്ക് നീന്തൽ അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ കെയില പെട്ടെന്ന്, എന്ത് നീന്തൽ അറിയത്തില്ലാന്നോ, പിന്നെ കുട്ടിക്കാലത്ത് നീ എന്താ ചെയ്തുകൊണ്ടിരുന്നേ, അതൊരു സമയത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയതിനു ശേഷം ഞാൻ ഒരിക്കലും നീന്തൽ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കെയില എന്താ ചെയ്യുന്നത്, ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ ഒരു കാര്യം എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ദേ ഇതിൽ തന്നെ പിടിച്ചിട്ട് കാലെപ്പോഴും അനക്കിക്കൊണ്ട് തന്നെ ഇരിക്കേ, അപ്പോൾ ഒരു കാരണവശാലും നീ അടിയിലേക്ക് പോകത്തില്ല, അതിൽ നിന്ന് പിടിവിടരുത്,
അവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൾ അത് വാങ്ങിയിട്ട് പിന്നെയും പേടിച്ചിരിക്കുകയാണ്. കാരണം ഇവൾക്ക് നാളെ കല്യാണം കൂടിയാണ്. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് പെട്ടുപോയല്ലോ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കഴിയുന്നതും ഈ ഒരു ബോട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് മുങ്ങി. ബാക്കി മൂന്നവർക്ക് നല്ലതുപോലെ നീന്തൽ അറിയാം. അതുകൊണ്ട് തന്നെ അവർ മൂന്നുപേരും റൂത്തിനെ പിടിച്ചിങ്ങനെ നീന്തി കിടക്കുന്നു. ലിസി ആണെങ്കിൽ ആ ഒരു പൊങ്ങി കിടക്കുന്ന സാധനത്തിൽ പിടിച്ചിങ്ങനെ കിടക്കാണ്. അതുമല്ലാതെ റൂത്തിന്റെ കാലിൽ നിന്നും ഒരുപാട് രക്തം പോകുന്നുണ്ട്. അവളെ എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രക്തം പോയിട്ട് അവൾ എന്തായാലും മരിക്കും. അതേസമയം ഇവരുടെ ബോട്ടാണെങ്കിലോ പൂർണ്ണമായിട്ടും ഇപ്പോൾ വെള്ളത്തിനടിയിലേക്ക് പോയി. അപ്പോഴേക്കും നമ്മുടെ ലിസി ആണെങ്കിൽ നീന്തി അവൾക്ക് നീന്തൽ അറിയാത്തത് കൊണ്ട് ഒരു കൈ കൊണ്ട് ആ ഒരു പൊങ്ങി കിടക്കുന്നതിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മുടെ ഹീറോയിനെ വന്ന് പിടിക്കുന്നതും വെയിറ്റ് കാരണം മെഗ് വെള്ളത്തിനടിയിലേക്ക് അങ്ങ് പോവും. അപ്പോഴേക്കും അവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് മുകളിലേക്ക് വന്ന് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞ് അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. ഇപ്പോൾ ഇവർ 5 പേരും നടുക്കടലിലെ അങ്ങനെ നീന്തിപ്പോവാണ്. നമ്മുടെ കെയിലാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് സിഗ്നൽ കിട്ടുന്നുണ്ടോന്ന്. പക്ഷേ വെള്ളം നനഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഫോൺ വർക്കാവുന്നില്ല. അങ്ങനെ ഒരു പതിയെ നീന്തി ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ലിസി കെയിലയോട് പറയുന്നത്, ദേ എന്തായാലും നമുക്ക് കരയിലേക്ക് ചെന്നേ പറ്റൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കാണെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു കല്യാണം ഞാൻ നടത്തി തരാം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കരയിലേക്ക് പോകാന്നെല്ലാം പറയുമ്പോൾ കെയില പറയും, ഹേയ് അതൊന്നും നടക്കത്തില്ല. അത് ഞങ്ങൾ വെറുതെ നിങ്ങളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതാണ്. നമ്മൾ തമ്മിൽ അങ്ങനെ അടുത്തതൊന്നുമില്ല എന്നുള്ള സത്യം ഇപ്പോൾ അവർ പറയുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ ക്യാമ്പ് വെട്ടുന്നു. നീ എന്താ ഒരുപാട് നേരമായിട്ട് എൻ്റെ കാലിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ഒരുപാട് നേരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ നിൽക്ക് എന്നെല്ലാം പറയുമ്പോൾ ലിസി പറയും, ക്യാം ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ തന്നെയാണല്ലോ ഉള്ളത്. ഏതിങ്ങനെ പറയുന്നതും കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആഹാ ഒരു വലിയ സ്രാവ് ഇവരുടെ ചുറ്റിനായിട്ട് ഇങ്ങനെ പോകുന്നു. ഇവരിങ്ങനെ വട്ടം വെക്കുകയാണ്. തീർന്നു, എല്ലാവരുടെ കാര്യം കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ലിസി ഉണ്ടല്ലോ അവൾ പെട്ടെന്ന് പറയും, ഏയ് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഷാർക്കിനെ പറ്റി കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനും അച്ഛനും എപ്പോഴും ഈ ഡോക്യുമെൻ്ററി എല്ലാം ഒരുപാട് കാണുമായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ കൂട്ടമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷാർക്ക് ഇപ്പോൾ നമ്മളെ ചുറ്റി ഇങ്ങനെ വരുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ റൂത്തിന്റെ കാലിൽ നിന്നും ആ ഒരു രക്തം വീഴുന്നുണ്ടല്ലോ, അത് കണ്ടിട്ടാണ് ഈ ഒരു ഷാർക്ക് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും അത് നമ്മളെ അറ്റാക്ക് ചെയ്യും എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ക്യാം അവളുടെ കാലിൽ ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിച്ചൂരി അതും വെച്ചിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് അത് വന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ലിസി പറയും, എന്ത് ഒരിക്കലും അത് കഴിയത്തില്ല. കാരണം ഒരു ഷാർക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ കണ്ണിൽ കുത്തുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖത്ത് നമ്മൾ പഞ്ച് ചെയ്യണം. ഇതല്ലാതെ അതിനെ പറഞ്ഞു വിടാനായിട്ട് വേറൊരു വഴിയില്ല. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നതും ബാക്കി എല്ലാവരും അവളെ കളിയാക്കിയിട്ട്, ഹേയ് നീ എന്താ കോമഡി പറയുകയാണോ? നിന്റെ അച്ഛൻ കുട്ടിക്കാലത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണോ നിനക്ക് പറഞ്ഞു തന്നത്? കുട്ടിക്കാലത്ത് നിന്റെ അച്ഛൻ മര്യാദയ്ക്ക് നിന്നെ ഒന്ന് നീന്തൽ പഠിപ്പിക്കാൻ പോലും ശ്രമിച്ചിരുന്നില്ല. എന്നിട്ടാണോ ഷാർക്കുകൾ കടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഇടിക്കണം എന്നെല്ലാം പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ നല്ലതുപോലെ ചിരിക്കാൻ തുടങ്ങുന്നതും നമ്മുടെ ഹീറോയിൻ മെഗ് നോക്കുന്നത് റൂത്തിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അനങ്ങുന്നത് പോലുമില്ല. എല്ലാവരും നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് റൂത്ത് ആൾറെഡി മരിച്ചു കഴിഞ്ഞു. ഇത്രയും നാളും ഇവരോടൊപ്പം സുഹൃത്തായിട്ട് ഇരുന്നിട്ട് കൺമുന്നിൽ വെച്ച് തന്നെ മരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ എന്തായിരിക്കും? അതും ഇവർ ചെയ്ത ഒരു തെറ്റ് കാരണം കൂടുതലായിട്ടും ഫീൽ ആവുന്നത് ക്യാമിനാണ്. അവളാണല്ലോ ഇവരെല്ലാവരും ഇവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ക്യാം ഇപ്പോൾ ഇവരോട് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവളുടെ ശരീരം തള്ളി മാറ്റാം. കാരണം ഇവളുടെ രക്തം ഫോളോ ചെയ്തിട്ടാണ് ആ ഒരു ഷാർക്ക് നമ്മളുടെ പുറകെ വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിസിയും കെയിലയും പറയും, നീ എന്താ ഈ പറയുന്നത്? അവൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനാണോ? ഒരിക്കലും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ മെഗ് പറയും, അവൾ പറഞ്ഞതാണ് ശരി, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവനും അത് ആപത്തായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ വേറെ വഴിയില്ലാതെ എല്ലാവരും അതിന് സമ്മതിക്കാണ്. അത് കഴിഞ്ഞ് അവളുടെ ചെവിയിൽ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ട് അവളുടെ ശരീരം ഒഴുകി വിടുന്നതും അത് ഒഴുകി ഇങ്ങനെ പോകുന്ന സമയത്ത് ഷാർക്കുകളെല്ലാം കൂടി അവളുടെ അടുത്ത് ഇങ്ങനെ വരുന്നു. അതുമല്ല കുറച്ച് കഴിയുമ്പോൾ ആ ഷാർക്ക് അവളെയും കടിച്ചെടുത്ത് വെള്ളത്തിനടിയിലേക്ക് പോവാണ്. അതുമല്ല അവളുടെ ശരീരത്തിലുള്ള ആ ഒരു ലൈഫ് ജാക്കറ്റ് ആണെങ്കിൽ നമ്മൾ ലൂസിക്ക് ഇട്ട് കൊടുക്കും. കാരണം അവൾക്കാണല്ലോ നീന്താൻ അറിയാത്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബെഗ് പറയും, ശരി ഇങ്ങനെ നമ്മൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല. ആരെങ്കിലും ഒരാൾ നോർത്ത് സൈഡിലേക്ക് നീന്തി പോയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കരയിലേക്ക് എത്താൻ കഴിയൂ. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ അതിനുവേണ്ടി തയ്യാറായേ പറ്റൂ എന്നിങ്ങനെ പറയുന്നതും കെയില അവൾ പോവാന്നിങ്ങനെ പറയാണ്. അപ്പോൾ കെയില ആയാലും മെഗിനെ നോക്കിയിട്ട്, മെഗ് നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അന്ന് ആ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ സംഭവിച്ചു പോയി എന്നെല്ലാം പറഞ്ഞിട്ട് മെഗിനോട് സോറി എല്ലാം പറഞ്ഞ് കെയില ഇപ്പോൾ നീന്തി ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരാൾ മാത്രം എന്തിനാണ് ഇത്ര വേഗത്തിൽ മുന്നിലേക്ക് പറഞ്ഞു വിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലിസി എന്ന് പറഞ്ഞാൽ അവൾക്കാണെങ്കിൽ നീന്തൽ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് വേണം അവളെയും കൊണ്ട് പോകാനായിട്ട്. അതുകൊണ്ടാണ് ഒരാളെ മുന്നിലേക്ക് നേരത്തെ തന്നെ പറഞ്ഞു വിട്ടത്. അങ്ങനെ ഇവർ 3 പേരും ഇവിടെ ഇങ്ങനെ കിടക്കാണ്. ഇപ്പോൾ കെയിലയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവൾ അവിടെ ചെന്നോ, ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിച്ചോ എന്നൊന്നും അറിയത്തില്ല. നമ്മുടെ മെഗ് ആണെങ്കിലും ഇനിയിപ്പോൾ നീന്താതെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുമല്ലോ, ആ രീതിയിൽ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ലിസിയും ക്യാമും എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ രണ്ടും എന്തൊക്കെയോ വഴക്കിടുകയാണ്. കെയിലയാണെങ്കിൽ ഇവിടെ നിന്ന് പോയി, അവൾക്കാണെങ്കിൽ ഒരു കാര്യം അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വഴക്കിടുന്ന സമയത്ത്
നമ്മുടെ ഹീറോയിൻ ഈ ഒരു കാര്യം കേട്ട് ഏയ് എന്നെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും പറയുവാണോ എന്ന് ചോദിക്കുന്നതും അവർ അപ്പോഴാണ് ഒരു സത്യം പറയുന്നത്. നമ്മുടെ കെയില ഉണ്ടല്ലോ, അന്നത്തെ രാത്രി ആ ഒരു സംഭവം നടക്കുമ്പോൾ കെയില സത്യത്തില് ഇവളെ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു റിംഗ് എല്ലാം വാങ്ങിക്കൊണ്ടാണ് വന്നിരുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ഒരു കാര്യം നടന്നതുകൊണ്ട് പിന്നീട് ഇവർ രണ്ടുപേരും പരസ്പരം മിണ്ടാതായി. അങ്ങനെ ആ ഒരു റിംഗ് വാങ്ങിയിട്ടാണ് ക്യാമിന്റെ സഹോദരൻ ലിസിയെ പ്രപ്പോസ് ചെയ്തതും ഇപ്പോൾ ആ ഒരു കല്യാണം നടക്കാൻ പോകുന്നതും എന്നുള്ള കാര്യം നമ്മുടെ മെഗിനോട് പറയുന്നതും. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് നമ്മുടെ ഹീറോയിൻ അപ്പോൾ സത്യത്തിൽ അവൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ തന്നെ അവളോട് സംസാരിക്കണം, സോറി പറയണമെന്നെല്ലാം പറഞ്ഞിട്ട് കെയില പോയ ആ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ അതുവഴി ഇങ്ങനെ നീന്തി പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ക്യാം ആണെങ്കിൽ മെഗ് നീ അങ്ങോട്ട് പോരുത്, നിൽക്ക് വെയിറ്റ് ചെയ്യ് എന്നെല്ലാം പറഞ്ഞിട്ട് ക്യാം നമ്മുടെ ലിസിയെ അവിടെ തനിച്ചാക്കിയിട്ട് അവളുടെ പുറകെ പോകുന്നതും എന്താണെന്ന് കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഷാർക്ക് ക്യാമിന്റെ പുറകെ ഇങ്ങനെ വരുന്നു. ഇത് നമ്മുടെ ലിസി കാണുന്നുണ്ട്. അപ്പോൾ ലിസി പറയും ക്യാം എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാ, നിങ്ങളുടെ പുറകെ ഷാർക്ക് ഉണ്ട് എന്നിങ്ങനെ പറയുന്നതും അതിന് മുന്നേ തന്നെ ആ ഒരു ഷാർക്ക് നമ്മുടെ ക്യാമിന്റെ കൈയിലേക്ക് വന്ന് കടിക്കും. അങ്ങനെ അവളുടെ കൈ മുറിഞ്ഞിട്ട് നല്ലതുപോലെ രക്തം പോകുന്നുണ്ട്. അതുപോലെ അതേ ബാക്കി ഷാർക്കുകളെല്ലാം നമ്മുടെ ഹീറോയിന്റെ പുറകെ പോകുന്നത് കൊണ്ട് ഇപ്പൊ ഇവള് കാരണമാണല്ലോ എല്ലാവരും ഇവിടേക്ക് വന്ന് ഇങ്ങനെ ഒരു കാര്യം തന്നെ സംഭവിച്ചത്. അതുകൊണ്ട് മറ്റാർക്കും ഒന്നും സംഭവിക്കാതെന്ന് പറഞ്ഞിട്ട് ക്യാം എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ ആ ഒരു കത്തിയെടുത്ത് അവളുടെ കയ്യിൽ ആ ഒരു രക്തം നല്ലതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ കലർത്തുകയാണ്. അപ്പോൾ ഹീറോയിനെ കടിക്കാനായിട്ട് പോയ ആ ഒരു ഷാർക്കുകളെല്ലാം അവളുടെ അടുത്തേക്ക് വരുന്നു. അവളാണെങ്കിൽ ആ ഒരു കത്തി വെച്ചിട്ട് അതിനെ കൊല്ലാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് അത് അടുത്തേക്ക് വരുന്നതും കത്തി വെച്ച് ഒരുപാട് കുത്തുന്നുണ്ട്. പക്ഷേ അത്രയും വലിയ ഷാർക്കിനെ ഇവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു ഷാർക്ക് അവളെ കടിച്ച് മുറിച്ച് തുണ്ടാക്കി വിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇതും കൂടി കാണുന്നതും ഇവർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ പേടിയായി. അവരുടെ സുഹൃത്ത് മരിച്ചതുകൊണ്ട് നല്ല വിഷമുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ കരയുമ്പോഴത്തേക്കാണ് നമ്മുടെ മെഗ് പറയുന്നത് ശരി, ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് കരയിലേക്ക് നീന്തി പോവാം, അത്ര അടുത്തെത്തുമ്പോൾ ആരെങ്കിലും കണ്ടിട്ടായാലും നമ്മൾ രക്ഷപ്പെടുത്തും എന്ന് പറയുന്നതും ലിസി പറയും ഇല്ലില്ല, അതൊരിക്കലും ശരിയാവത്തില്ല, നമുക്ക് ഇവിടെ തന്നെ നിന്നേ പറ്റൂ. കാരണം കെയില പോയിട്ട് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ തിരിച്ചു വരാൻ പോകുന്നത്. അവൾ ബോട്ടുമായിട്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എവിടെയും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഒരു ബോട്ട് ഇവരുടെ അടുത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ടുപേർക്കും അത്രയും സന്തോഷം. പെട്ടെന്ന് കൈയെല്ലാം കാണിച്ച് ഏയ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കി അലറി വിളിച്ചെല്ലാം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ ബോട്ടിലുള്ള ആരും കേൾക്കുന്നില്ല. കാരണം അതിനകത്ത് നല്ല ശബ്ദത്തിലാണ് മ്യൂസിക് പ്ലേ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോട്ട് ഇവരെ പാസ് ചെയ്ത് പോവാണ്. ഇപ്പോൾ നമ്മുടെ ലിസിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത്ര അലറി വിളിച്ചിട്ട് അവർ കരയാണ്, വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് നേരം അവരവിടെ വെയിറ്റ് ചെയ്തിട്ട് വൈകുന്നേരമായി. അതുമല്ല കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അവരപ്പോഴും അങ്ങനെ ആ ഒരു വെള്ളത്തിൽ തന്നെ പൊങ്ങി കിടക്കാണ്. കുറെ കൂടി കഴിയുമ്പോൾ രാത്രിയായി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുമല്ലാതെ അന്ന് രാത്രി സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മഴ പെയ്യാനും തുടങ്ങുന്നു. അതേസമയം ലിസി ആണെങ്കിൽ കോമഡിയായിട്ട് വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അയ്യോ മഴ പെയ്യാൻ തുടങ്ങി, ഇനിയിപ്പോൾ മിന്നലടിച്ച് ഞാൻ ചാവോ, നാളെ എൻ്റെ കല്യാണമാണ്, എനിക്ക് കല്യാണം കഴിയാൻ കഴിയത്തില്ലേ എന്നെല്ലാം അവളിങ്ങനെ പറയാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ലിസിയുടെ അടുത്തേക്ക് നീന്തി വരുന്നത് പെട്ടെന്ന് വലിയ രീതിയിൽ തിരമാല അടിക്കുകയാണ്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒരിക്കലും പിരിഞ്ഞു പോകാത്ത രീതിയിൽ അങ്ങനെ കിടക്കുമ്പോൾ തിരമാല വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ഒരു മഴ കുറഞ്ഞ് കുറെ കഴിയുന്നതും ഇപ്പോൾ ആ ഒരു തിരമാലയെല്ലാം മാറിയിട്ട് കടലിൽ വീണ്ടും ശാന്തമായി. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയിൻ വീണ്ടും വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടന്നിട്ട് ഉറങ്ങുകയാണ്. കാരണം നല്ല ക്ഷീണമായിപ്പോയി, എനർജി ഇല്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ലിസിയാണ് അവളെ എഴുന്നേൽപ്പിച്ച് വിടുന്നത്. എന്നിട്ട് പറയും നീ എന്തിനാ ഇങ്ങനെ ഉറങ്ങുന്നേ, നിനക്ക് ഈ ലൈഫ് ജാക്കറ്റ് വേണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല എനിക്കെന്തിനാ ലൈഫ് ജാക്കറ്റ്, നിനക്ക് നീന്താൻ അറിയത്തില്ലല്ലോ. ഇല്ല, ഇതിനെല്ലാം കാരണം നിങ്ങൾ എൻ്റെ കല്യാണത്തിന് വന്നതുകൊണ്ടല്ലേ. എൻ്റെ 2 സുഹൃത്തുക്കൾ ഇപ്പോൾ മരിക്കുകയും ചെയ്തു. കെയില അവൾക്ക് എന്ത് സംഭവിച്ചൊന്നുമില്ല അറിയത്തില്ല, ഇത്രയല്ലേ ഉള്ളൂ നമ്മുടെ അവസ്ഥ, ഞാനിപ്പോൾ മരിക്കാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ വിഷമിക്കുമ്പോൾ മെഗാണ് അവളെ സമാധാനപ്പെടുത്തുന്നത്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിൻ്റെ കണ്ണാണെങ്കിൽ പതിയെ പതിയെ മയങ്ങുന്നുണ്ട്. ഇത് കണ്ട ലിസി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ ലൈഫ് ജാക്കറ്റ് പതിയെ ഒരു ഹീറോയിൻ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ അവളുടെ കല്യാണത്തിന് വന്ന് ഇനി ഒരു ഫ്രണ്ടിനെ കൂടി നഷ്ടപ്പെടുത്താനായിട്ട് അവളെ കൊണ്ട് കഴിയത്തില്ല, അതുകൊണ്ട് ഇവളെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിസി ഇപ്പോൾ അവളുടെ പോകലിൽ എന്തോ വെച്ചു കൊടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് പതിയെ പതിയെ മുങ്ങി ഇങ്ങനെ പോവാണ്. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇപ്പോൾ രാവിലെയായി. അതുമല്ല നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കണ്ണൂർന്ന് നോക്കുമ്പോൾ ലൂസിയെ അവിടെ എവിടെയും കാണാനില്ല. ചേട്ടാ ഇവളെവിടെ പോയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലൈഫ് ജാക്കറ്റ് അങ്ങനെ ഊരി മാറ്റി പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് പോയെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ലൂസി എവിടെയും കാണുന്നില്ല, കാരണം അവൾക്ക് നീന്തൽ അറിയത്തില്ലല്ലോ. അങ്ങനെ വീണ്ടും മുകളിലേക്ക് വന്നിട്ടാണ് അവൾക്ക് മനസ്സിലാവുന്നത് ലൂസി തനിക്ക് വേണ്ടി അവളുടെ ജീവൻ കളഞ്ഞു എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവൾ വളരെ ക്ഷീണിച്ചായിരുന്നു. അതുകൊണ്ട് വെള്ളത്തിൽ ഒരുപാട് നേരം കിടക്കത്തില്ല. അവൾക്കാണെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അതുമല്ല തൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ടാണ് ലിസി അവളുടെ ജീവൻ വിട്ടത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ മനസ്സിലായി. ശരി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് അവൾ വീണ്ടും നീന്താൻ തുടങ്ങാണ്. അങ്ങനെ നീന്തി പോകുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഷാർക്ക് വീണ്ടും ഇവളുടെ പുറകെ വന്നിട്ട് അവളിങ്ങനെ വട്ടം വെക്കുന്നു. അങ്ങനെ ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു ഷാർക്ക് ഇവളുടെ അടുത്തേക്ക് സ്പീഡിന് നീന്തി വന്ന് ചാടി ഇങ്ങനെ വരുന്നതും ഹീറോയിൻ അതിൻ്റെ മൂക്കിൽ നോക്കി ഒരു ഒറ്റ ഇടി കൊള്ളുമ്പോൾ ഷാർക്ക് അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നു.
അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളുടെ സുഹൃത്ത് ലിസി ഉണ്ടല്ലോ, അവൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന്. അവൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ ചിരിക്കുകയെല്ലാം ചെയ്യാണ്. പെട്ടെന്ന് കാണിക്കുമ്പോൾ അവളുടെ കൈ മുറിഞ്ഞിരിക്കുന്നു, രക്തം വരാൻ തുടങ്ങി. കാരണം ഈ ഒരു ഷാർക്കിനെ ഇടിക്കുന്ന സമയത്ത് അതിൻ്റെ പല്ലെങ്ങോണ്ടോ കൊണ്ട് കൈ മുറിഞ്ഞതാണ്. അപ്പോൾ ഇനി എന്തായാലും രക്ഷയില്ല, കാരണം രക്തം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഷാർക്കുകൾ തിരിച്ചിവിടേക്ക് തന്നെ വരും എന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാൻ. നോക്കുമ്പോൾ ഒരുപാട് ഷാർക്കുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കൈ മുകളിലേക്ക് അങ്ങനെ പൊക്കി വയ്ക്കുകയാണ്, രക്തം താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു പാറ ഇങ്ങനെ കാണുന്നുണ്ട്. അത് കാണുന്നതും ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു രക്തം ഉണ്ടല്ലോ ലൈഫ് ജാക്കറ്റിലേക്ക് തേച്ചിട്ട് അത് കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ വലിച്ചെറിയും. അത് കാണുമ്പോൾ ഈ ഒരു ഷാർക്കുകളെല്ലാം ആ ഒരു വശത്തേക്ക് പോകുന്ന സമയം കൊണ്ട് ഇവൾ നീന്തി ആ ഒരു കല്ലിന് മുകളിലേക്ക് കയറണം. അതാണിപ്പോൾ പ്ലാൻ. അങ്ങനെ ആ ഒരു ലൈഫ് ജാക്കറ്റ് അവിടേക്ക് എറിഞ്ഞിട്ട് അവൾ ആ ഒരു കല്ലിന് മുകളിലേക്ക് നീന്തി കയറിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഷാർക്കായാലും ചെന്നിട്ട് ലൈഫ് ജാക്കറ്റ് കടിച്ച് അതിനെ ഇപ്പോൾ പറ്റിച്ചെന്നുള്ള രീതിയിൽ അത് പെട്ടെന്ന് ദാ വരുന്നു എന്ന് പറഞ്ഞ് അവളെ കടിക്കാനായിട്ട് നല്ല വേഗതയിൽ ഇങ്ങനെ വരികയാണ്. അതിന് മുന്നേ തന്നെ ഹീറോയിൻ ആ ഒരു പാറയുടെ മുകളിലേക്ക് കയറുന്നതുകൊണ്ട് ജസ്റ്റ് മിസ് അതിനെ കടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അതിന് മുകളിലേക്ക് വന്നതിന് ശേഷമാണ് ഹീറോയിനും നല്ല സമാധാനമാവുന്നത്. അങ്ങനെ അവളുടെ ഡ്രസ്സെല്ലാം കീറിയിട്ട് കൈയെല്ലാം വെച്ച് കെട്ടി നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ കിടന്ന് നല്ലതുപോലെ ഉറങ്ങിപ്പോകുന്നതും അവളുടെ ആ ഒരു മുറിഞ്ഞ കൈ ഉണ്ടല്ലോ അതിപ്പോൾ വെള്ളത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെ അതിൽ നിന്നുള്ള ആ ഒരു രക്തം വീഴുന്നത് കൊണ്ട് ഈ ഒരു ഷാർക്ക് വീണ്ടും അത് മനസ്സിലാക്കി അവളുടെ കൈ കടിക്കാനായിട്ട് വരുന്നതും അതിന് മുന്നേ തന്നെ ഹീറോയിൻ എങ്ങനെയോ കണ്ണു തുറന്ന് കൈ അങ്ങെടുത്ത്. അതേസമയമാണ് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പതിയെ കടലിലെ വെള്ളത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പാറ മുങ്ങുന്ന രീതിയിൽ വെള്ളം കയറാണ്. അവൾ ചുറ്റിനെ നോക്കുമ്പോൾ ഒരു ഷാർക്കല്ല, ഇപ്പോൾ 2 ഷാർക്കുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ 2 ഷാർക്കും അവളെ എന്തായാലും തിന്നും, അത് അവൾക്കറിയാം. അതുകൊണ്ട് അവിടെ നിന്ന് മൂർച്ചയുള്ളൊരു കല്ലോ അങ്ങനെ എന്തോ ഒന്നാണ് അതെടുത്ത് കയ്യിൽ പിടിച്ച് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കാണ്. അതേസമയം കാണിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നും ഒരു ബോട്ട് ഇങ്ങനെ വരുന്നു. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇവിടെ നിന്ന് നീന്തിപ്പോയ കെയിലയാണത്. അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ബോട്ടും കൊണ്ട് ഇവിടേക്ക് വന്നതാണ്. പക്ഷേ ബോട്ട് ഇത്തിരി ദൂരെയാണ്. ഷാർക്കാണെങ്കിൽ ഹീറോയിനെ കടിക്കാനായിട്ട് വെള്ളം കയറിയത് കൊണ്ട് അവളെ കടിക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചിട്ട് മറ്റൊരു വശത്തേക്ക് എടുത്ത് ചാടി അതിലേക്ക് ഇങ്ങനെ നീന്തും. അപ്പോൾ ഈ ഒരു ഷാർക്ക് കുറച്ച് ദൂരെ പോയിട്ട് വീണ്ടും ഹീറോയിൻ്റെ പുറകെ വരുന്നു. ഈ ഒരു ബോട്ടാണെങ്കിൽ അവളുടെ നേരെ നല്ല വേഗതയിൽ വരുന്നുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ദേ ജസ്റ്റ് മിസ്സിലെ ഇതുപോലെ നമ്മുടെ ഹീറോയിനെ കെയില വലിച്ച് ബോട്ടിലേക്ക് ഇടും. അതോടെ അവളും രക്ഷപ്പെട്ടു. അങ്ങനെ ബോട്ടിലേക്ക് കയറിയിട്ടാണ് കെയില ചോദിക്കുന്നത് ബാക്കി 2 പേരും എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് കരയാൻ തുടങ്ങും. അതിലൂടെ തന്നെ മനസ്സിലായി ബാക്കി 2 പേരും മരിച്ചെന്ന്. അതുമല്ല, നമ്മുടെ ഹീറോയിൻ അവളുടെ പുകലിൽ കൈയിട്ട് നോക്കുമ്പോൾ ലിസി അവളുടെ പുകലിൽ എന്തോ വെച്ചല്ലോ, അതെന്താണെന്ന് എടുത്ത് നോക്കുമ്പോൾ അത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബാൻഡാണ്. അത് കല്യാണ സമയത്ത് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇരുന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കല്യാണം നടക്കത്തില്ല, അവൾ മരിച്ചു. അതുകൊണ്ട് തന്നെ അതും കൂടി കാണുന്നതും ഇവർക്ക് കുറച്ചുകൂടി വിഷമായി. അങ്ങനെ കാണിക്കുമ്പോൾ ഇവരെ രക്ഷപ്പെടുത്തിയിട്ട് ആ ഒരു ബോട്ട് കരയിലേക്ക് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.